ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഐബിസ് പെയിൻറ് ഉപയോഗിച്ച് എങ്ങനെ ഹെയർ വരക്കാം എന്നതാണ്. പുതിയൊരു മെത്തേഡിലാണ് ഇന്നത്തെ ഹെയർ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് എനേബിൾ നോക്കുക. എന്നാൽ ഞാൻ പുതുതായിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പാർട്ട് 1 അതുപോലെ ബിഗിനർ ഗൈഡും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ചെന്ന് കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് റെഫറൻസ് പിക്ക് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ ഐ ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഹെയറിൽ നിന്നും നല്ലൊരു ഡാർക്ക് കളർ പിക്ക് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ബേസ് കളറായിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് റെഫറൻസ് പിക്കിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഇനി ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ പെൻ ഫെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഹെയറിൻ്റെ ബേസ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇനി അത് ഹെയറിന് മുഴുവനായി കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഡൗട്ടുകൾ ചോദിക്കുക. പലരും വീഡിയോ ഫുള്ളായിട്ട് കാണാതെയാണ് മെസ്സേജ് ചെയ്യുന്നത്. അപ്പം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഡൗട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി ചോദിക്കുക. അങ്ങനെ ബേസ് കളർ കൊടുത്തതിന് ശേഷം റെഫറൻസ് പിക്ക് ഒപ്പാസിറ്റി ഫുള്ളായി കൂട്ടുക. ഹൈഡ് ചെയ്ത് വെച്ചതാണെങ്കിൽ അൺഹൈഡ് ചെയ്യുക. എന്നിട്ട് റെഫറൻസ് പിക്കിൻ്റെ ഒപ്പാസിറ്റി മുഴുവൻ കൂട്ടി വെച്ചതിന് ശേഷം ഹെയറിൽ നിന്നും അടുത്ത ലൈൻസിൻ്റെ ബേസ് കളർ പിക്ക് ചെയ്യുക. ഇവിടെ കാണുന്നത് ഒരു ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ഹെയറിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യുകയാണ്. ഞാൻ പുറമേ നിന്നൊന്നും പാലറ്റ് കൊണ്ടൊന്നും വെക്കുന്നില്ല. എല്ലാം ഈ ഒരു റെഫറൻസിൽ നിന്ന് തന്നെ ഏഡ് ചെയ്യുകയാണ്. ആവശ്യാനുസരണം ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. പെൻ ഫെയ്ഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ബേസ് കളർ കൊടുത്ത സെയിം ലെയറിൽ തന്നെ ഈ ഒരു കളറും അപ്ലൈ ചെയ്യുക. കളർ കൊടുക്കുമ്പോൾ നോക്കേണ്ടത് ആ ഒരു ഹെയറിലുള്ള ലൈൻസിനനുസരിച്ചിട്ടായിരിക്കണം ഇപ്പോൾ പിക്ക് ചെയ്ത ആ ഒരു കളർ ആഡ് ചെയ്യേണ്ടത്. ആ ഒരു ലൈന് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കളറും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ലൈനിൻ്റെ കളർ അപ്ലൈ ചെയ്തു. ഇനി ബ്രഷിലേക്ക് വരിക. ബ്രഷിലേക്ക് വന്ന് ഡിപ്പ് പെൻ സോഫ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ലൈനായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൽ നേരത്തെ കൊടുത്ത ആ ഒരു ബേസ് കളർ തന്നെ പിക്ക് ചെയ്തതിന് ശേഷം ബ്രഷിൻ്റെ സൈസ് അത്യാവശ്യം ലൈന് ചെറിയ രീതിയിൽ വരുന്ന രീതിയിൽ ലൈനായിട്ടുണ്ട്. ഹെയറിൻ്റെ ലൈൻസ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഹെയറിൻ്റെ ലൈന് പോലെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഹെയറിൻ്റെ ലൈൻസ് ആഡ് ചെയ്യുന്നത് ഞാൻ എൻ്റേതായ മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടേതായ മെത്തേഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ചെയ്യാം. ഞാനിതിപ്പം വളരെ എളുപ്പത്തിലാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാം. ഐ ഡ്രോപ്പർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു നേരത്തെ കൊടുത്ത ലൈനിൻ്റെ ബേസ് കളർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ബ്രൈറ്റ് ആക്കുക. കളർ പാലറ്റിലേക്ക് വന്നിട്ട് കുറച്ച് ബ്രൈറ്റ് ആക്കിയതിന് ശേഷം നേരത്തെ യൂസ് ചെയ്ത സെയിം ബ്രഷ് തന്നെ ലൈനായിട്ട് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആഡ് ചെയ്യാം. ഓവറായിട്ട് ഹൈലൈറ്റിങ് വരരുത്. അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക.
ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് കളർ പിക്ക് ചെയ്യുന്നു ഐ ഡ്രോപ്പർ യൂസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു ലൈൻസ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ലൈൻസ് എഴുതി കൊടുക്കാൻ ആവശ്യമുള്ള ഏരിയയിൽ മാത്രം. അങ്ങനെ ഹെയറിൻ്റെ ലൈനൊക്കെ ഇട്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്മഡ്ജിങ് ആണ്. ചെറിയ രീതിയിലാണ് ഇവിടെ സ്മഡ്ജിങ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ടൂൾസിലേക്ക് വന്ന് സ്മഡ്ജിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡിപ്പ് പെൻ ഹാർഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലൈസറും അതുപോലെ തന്നെ ഫോഴ്സ് ഫെയ്ഡും ഓണാക്കി കൊടുക്കുക. സ്റ്റെബിലൈസർ ഞാൻ ഒരു 1-2 വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സൈസ് കൂടുതലായിരിക്കണം, അതുപോലെ ഒപ്പാസിറ്റി കുറവുമായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്താവുന്നതുമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഹെയറിൻ്റെ ലൈൻസ് ഇട്ട ഭാഗം മാത്രം സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാവുന്നൊരു ഡൗട്ട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്മഡ്ജ് ആകുന്നില്ല എന്ന് പറയുന്നുണ്ടോ? പക്ഷേ അത് സ്മഡ്ജ് ആകും. ലൈറ്റായിട്ടായിരിക്കും സ്മഡ്ജ് വരികയുള്ളൂ. അതും ഈ ഒരു പെന്നിൽ തന്നെ ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം. ഓവറായിട്ട് സ്മഡ്ജ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാം. അപ്പോൾ അത് നിയന്ത്രിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബ്രഷിൻ്റെ സൈസ് കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ ഒപ്പാസിറ്റി കുറവുമായിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്മഡ്ജ് ചെറിയ രീതിയിലാണ് ആഡ് ആക്കേണ്ടതുള്ളൂ. നമ്മുടെ ലൈനൊക്കെ ഇടുന്നേരം തന്നെ ഓൾറെഡി സ്മഡ്ജ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. പുതിയൊരു ലെയർ ആഡ് ചെയ്യുക. ഈ ലെയർ ആഡ് ചെയ്തത് ഹൈലൈറ്റിങ്ങിനാണ്. അതുപോലെ നേരെ ബ്രഷിലേക്ക് വരിക. ബ്രഷിലേക്ക് വന്ന് ഡിപ്പ് പെൻ സോഫ്റ്റാണ് നമ്മളിവിടെ ബ്രഷ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹൈലൈറ്റിങ്ങിനായിട്ടുള്ള കളർ സെക്ഷനിൽ പോയി സെലക്ട് ചെയ്യുക. ഞാനൊരു വൈറ്റാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് എടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ ലൈനിൻ്റെ സൈസും കുറവായിരിക്കും. എന്നിട്ട് ഹൈലൈറ്റ് ആഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ലൈനിൻ്റെതും അതുപോലെ ഒപ്പാസിറ്റിയുടെയും സൈസ് വളരെ കുറവായിരിക്കും പറയാൻ കാരണം ഓവറായിട്ട് ലൈൻ എടുത്താലും അതുപോലെ ഓവറായിട്ട് ഒപ്പാസിറ്റി കൂട്ടിയാലും നമ്മുടെ ഹെയറിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നഷ്ടപ്പെടും, ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഒപ്പാസിറ്റിയുടെ അളവും അതുപോലെ സൈസിൻ്റെ അളവും കുറച്ച് വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഹൈലൈറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം സെയിം കളർ തന്നെ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റായിട്ട് ഹെയറിന് മേലെ കൂടെ കുറച്ച് ചുരുണ്ട രീതിയിൽ കുറച്ച് ഹെയർസ് പുറത്തേക്ക് വരുന്ന രീതിയിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നത് ഒന്നുകൂടി ഡീറ്റെയിലിംഗ് വരുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഹെയർ ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഓരോരോ പാർട്ടായിട്ട് നമുക്കിതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഐ, നോസ്, അതുപോലെ ലിപ്സൊക്കെ വരയ്ക്കുന്നതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് തന്നെ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.